അപ്പോൾ രാജനെ അറിയുന്ന, രാജൻ്റെ സ്വഭാവം അറിയുന്ന, ശരീരഭാഷ അറിയുന്ന, ശരീരത്തിലെ മാറ്റങ്ങൾ അറിയുന്ന ആളുകളെ തന്നെയായിരിക്കും തീർച്ചയായിട്ടും പാമ്പാടി രാജൻ്റെ പാപ്പാനായിട്ട് അവരുടെ ഉടമസ്ഥ തീരുമാനിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. അവർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഒടുവിൽ പാമ്പാടി രാജൻ്റെ ഉടമസ്ഥർ എത്തിയിട്ടുള്ളത്. പാമ്പാടി രാജൻ്റെ നീരുകാല പരിചരണം അത് ഒരു പ്രത്യേകതയുള്ളതാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷം തന്നെ അവന് ഉദര സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, നമുക്കെല്ലാം അറിയാം. നമസ്കാരം, VM പ്രതിയും മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജമാണിക്യം പാമ്പാടി രാജൻ്റെ പാപ്പാൻ ആരായിരിക്കും എന്നുള്ള ചർച്ചകൾ വളരെ സജീവമാണ്. കഴിഞ്ഞ ദിവസവും VM പ്രതിയും മീഡിയ പാമ്പാടി രാജൻ്റെ പാപ്പാന്മാരെ മാറ്റുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ നൽകുകയുണ്ടായി. അതിലും ഒരുപാട് കമൻറ്റുകൾ പാമ്പാടി രാജൻ്റെ പാപ്പാന്മാർ ആരായിരിക്കണം എന്നുള്ള സജഷൻസ് പലപ്പോഴും പ്രേക്ഷകർ നൽകാറുണ്ട്. സതീഷ് തന്നെ തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കാലടി ബിനു, രതീഷ്, ഓണക്കൂർ പൊന്നൻ തുടങ്ങി വിഷ്ണു തുടങ്ങി കുറേ പേരുടെ പേരുകൾ പാപ്പാന്മാരുടെ ലിസ്റ്റിലെ ആളുകൾ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ്. മുൻ പാപ്പാനായിരുന്ന സതീഷ്, 4 വർഷത്തിലധികമായിട്ട് പാമ്പാടി രാജനൊപ്പം നിന്നിരുന്ന സതീഷ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയ കാര്യം VM പ്രതിയും മീഡിയ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് സതീഷ് പാമ്പാടി രാജനിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവായി എന്നുള്ളത് തന്നെയാണ്. സതീഷ് തൻ്റെ കൊല്ലങ്കോടുള്ള വീട്ടിലേക്ക് മടങ്ങുകയും സതീഷിന് ഈയിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഇനിയും നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം 1 വർഷത്തോളം കാലം വീട്ടിൽ നിന്നതിന് ശേഷമാണ് അടുത്തൊരു ആനയുടെ അടുത്തേക്ക് പോകുന്ന കാര്യം സതീഷ് ആലോചിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടയ്ക്ക് ചില ആനകളുടെ ഓഫറുകൾ സതീഷിന് വന്നതായിട്ടുമുള്ള സൂചനയുണ്ട്. എങ്കിലും വളരെ സൗഹാർദ്ദപരമായിട്ട് ഇവിടെ പാമ്പാടി രാജൻ്റെ ഉടമസ്ഥരുമായിട്ട് ഒരു തരത്തിലുള്ള പിണക്കമോ അതൃപ്തിയോ ഒന്നുമില്ലാതെ തന്നെയാണ് സതീഷ് പാമ്പാടി രാജൻ്റെ സേവനം അവസാനിപ്പിച്ച് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. പാമ്പാടി രാജൻ്റെ പാപ്പാന്മാർ മാറുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ വീഡിയോയിൽ വന്നിരിക്കുന്ന ഒരു കമൻറ്റ് നമ്മൾ അതിനകത്ത് സൂചിപ്പിച്ചിരുന്നു. ഒരുപാട് ആനകളെ പരിചയമുള്ള ആളുകളാണ് മൂടങ്കല്ലിങ്കൽ ഫാമിലി എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നത് ബേബിച്ചേട്ടനൊന്നും ഇപ്പോൾ ഇല്ലല്ലോ എന്ന് വിഷ്ണു എന്നൊരു സുഹൃത്ത് കമൻറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബേബിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു, ഇപ്പോൾ അമ്മ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും രാജൻ്റെ സ്വഭാവം, രാജന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഭക്ഷണത്തോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയാണ് രാജൻ. പിന്നെ എല്ലാവരെയും രാജൻ അനുസരിക്കുന്ന ആനയല്ല. അവനവൻ്റേതായ ചില നിബന്ധനകളും രീതികളുമുണ്ട്. തല്ലി മാത്രം അനുസരിപ്പിക്കാൻ പറ്റുന്ന ആനയല്ല രാജൻ. അങ്ങനെ കൊണ്ടു നടക്കാനും കഴിയില്ല. അപ്പോൾ രാജനെ അറിയുന്ന, രാജൻ്റെ സ്വഭാവം അറിയുന്ന, ശരീരഭാഷ അറിയുന്ന, ശരീരത്തിലെ മാറ്റങ്ങൾ അറിയുന്ന ആളുകളെ തന്നെയായിരിക്കും തീർച്ചയായിട്ടും പാമ്പാടി രാജൻ്റെ പാപ്പാനായിട്ട് അവരുടെ ഉടമസ്ഥ തീരുമാനിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. അവർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഒടുവിൽ പാമ്പാടി രാജൻ്റെ ഉടമസ്ഥർ എത്തിയിട്ടുള്ളത്. അവർ നമുക്കറിയാം, പാമ്പാടി രാജനോടൊപ്പം നിലവിലുണ്ടായിരുന്ന പാപ്പാന്മാർ സതീഷും കൊല്ലങ്കോട് സതീഷും കൊല്ലങ്കോട് മനോജുമാണ്. രണ്ടുപേരുടെയും നാട് കൊല്ലങ്കോട് തന്നെയാണ്. അവർ തമ്മിലുള്ളൊരു കൂട്ടുകെട്ടെന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് 10 വർഷത്തോളമായിട്ട് സതീഷും മനോജും ഒരുമിച്ച് പാപ്പാന്മാരായി അവർ കയറിയ ആനകളിലെല്ലാം അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. സതീഷാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും രാജൻ്റെ കാര്യം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങിയിട്ടുള്ളത്. പക്ഷേ മനോജ് പാമ്പാടി രാജൻ്റെ 1ാം പാപ്പാനായി വീട്ടുകാർ തീരുമാനിച്ചിരിക്കുകയാണ്. മനോജും അത് സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചിരിക്കുകയാണ്. മനോജ് കഴിഞ്ഞ ദിവസം പാമ്പാടി രാജൻ്റെ 1ാം പാപ്പാനായി ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനിയും രാജനെ നീരിൽ നിന്ന് അഴിക്കുമ്പോൾ പൂർണ്ണമായിട്ടും അതിൻ്റെ ചുമതല ഏറ്റെടുക്കും. സ്വാഭാവികമായിട്ടും 2ാം പാപ്പാനാര് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. നിരവധി ആളുകളെ ഉടമസ്ഥർ അന്വേഷിക്കുകയും നേരത്തെ സുന്ദരൻ്റെ പാപ്പാനായിരുന്ന, സുന്ദരനെ കൊണ്ടു നടന്നിരുന്ന, സുന്ദരൻ്റെ 1ാം പാപ്പാനായി ദീർഘകാലം മൂടങ്കല്ലിങ്കൽ ഉണ്ടായിരുന്ന ഷാരടി എന്ന് പറയുന്ന
അതുപോലെ തന്നെ ഹരിയാണ് രണ്ടാം പാപ്പാനായിട്ട് ഇപ്പോൾ ചുമതലയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന് ഹരിയും ആ ചുമതല ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ പാമ്പാടി രാജനെ അടുത്ത സീസൺ മുതൽ അവനെ കൊണ്ടു നടക്കുന്നത്, അവനെ പരിപാലിക്കുന്നത്, അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഒക്കെ മനോജ്, ഹരി, ഷാരടി കൂട്ടുകെട്ടാണ്. ഇവർ രണ്ടുപേരും വളരെ ഊർജ്ജസ്വലരായ പാപ്പാന്മാർ തന്നെയാണ്. പാമ്പാടി രാജൻ്റെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടുവാനും പുതിയ കാലഘട്ടത്തിൽ, കാരണം ഓരോ വർഷവും ആനയ്ക്ക് പ്രായം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ പരിചരണത്തിലും ആ ഒരു പ്രത്യേകതകൾ ഉണ്ടാവണം. ആ പരിചരണത്തിൽ വേണ്ട ശ്രദ്ധ വളരെ കൂടുതലുണ്ടാവേണ്ട സമയമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ പാമ്പാടി രാജനെ കൂടുതൽ ആരോഗ്യത്തോടും കൂടി മികവോടും കൂടി അവനെ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ എഴുന്നള്ളത്തുകളിൽ ആന കേരളത്തിന് നമുക്ക് നൽകാൻ കഴിയൂ. അതിന് കഴിവും പ്രാപ്തിയും ഉള്ളവരാണ് പ്രിയപ്പെട്ട മനോജും ഹരിയും. അവർ പാമ്പാടി രാജനെ ഇപ്പം നീരുകാല പരിചരണം അവർ ആരംഭിച്ചു കഴിഞ്ഞു. പാമ്പാടി രാജൻ്റെ നീരുകാല പരിചരണം അത് ഒരു പ്രത്യേകതയുള്ളതാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷം തന്നെ അവന് ഉദര സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, നമുക്കെല്ലാം അറിയാം. ആ ഉദര സംബന്ധമായ പ്രശ്നങ്ങളെ വളരെ പരിചരണത്തോടു കൂടിയാണ് അതിജീവിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഡോക്ടറുടെ ചികിത്സയും പരിചരണവും അതിനകത്ത് പ്രധാന ഘടകമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നീരുകാലത്തിലും വളരെ ശ്രദ്ധയോടുകൂടി വേണം രാജൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ. ഈ വയർ സംബന്ധമായ അസുഖം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിചരണങ്ങളും ശ്രദ്ധയും അവർ കൃത്യമായി നടത്തുന്നുണ്ട്. മുമ്പ് പല വീഡിയോകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവൻ്റെ ഭക്ഷണമായി പനമ്പട്ട തന്നെയാണ് നൽകുന്നത്. കാരണം ലീലാമ്മ ചേച്ചി പറഞ്ഞതുപോലെ പോത നൽകുന്നത് നേരത്തെ ഉണ്ടായിരുന്നു. പോത പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം പോതയിലൊക്കെ വിഷാംശമുള്ളത് ഈ വയർ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നതായി അവനെ ചികിത്സിക്കുന്ന ഗിരിദാസ് ഡോക്ടർ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാമ്പാടി രാജനെ പോത ഒഴിവാക്കിക്കൊണ്ട് പനമ്പട്ട മാത്രമാണ് അവൻ നൽകുന്നത്. അത് വളരെ സന്തോഷത്തോടു കൂടി അവൻ അത് കഴിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ നൽകിയിരുന്നു. വളരെ ഹാപ്പി ആയിട്ടാണ് അവൻ. പനമ്പട്ടയാണ് അവന് ഇഷ്ടപ്പെട്ട ഏറ്റവും ഫുഡുകളിലൊന്ന്. എല്ലാ ഫുഡും അവന് ഇഷ്ടമാണ്, എങ്കിൽ പോലും പനമ്പട്ട അവന് കൂടുതൽ ഇഷ്ടമാണ്. പാമ്പാടി രാജൻ്റെ പുതിയ കൂട്ടുകെട്ട് പാമ്പാടി രാജനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, അവനെ പലരും കമൻറ്റുകളിൽ രേഖപ്പെടുത്തുന്ന പോലെ ആര് വന്നാലും കുഴപ്പമില്ല, പക്ഷെ പാമ്പാടി രാജനെ നന്നായിട്ട് നോക്കണം, പാമ്പാടി രാജന് ഒരു കുറവുണ്ടാകാൻ പാടില്ല, അവനെ ഉപദ്രവിക്കാൻ പാടില്ല, അവനെ നന്നായിട്ട് സംരക്ഷിക്കണം, അവനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണമെന്നുള്ള അവനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അവനെ സംരക്ഷിക്കാനും പരിപാലിക്കുവാനും അവർക്ക് കഴിയട്ടെ എന്ന് VM പ്രദീപ് മീഡിയയും ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.